എന്റെ വീട് വീട് ഞാൻ വരത്തില്ല. ഇല്ല ഇല്ല നിന്നെ ഞാൻ അയ്യോ നിക്കണേ അവിടെ. ബോസ് ആളെ കിട്ടി. ഇവിടാണ് ടോപ്പ് സെക്രട്ടറി എല്ലാമായ മീനൂട്ടി. അയ്യോ നിങ്ങൾക്ക് ആരാ ഇത്? എവിടെ ഇപ്പൊ എന്നെ കൊണ്ടുവന്നിരിക്കുന്നേ? എന്താണ് ബോസ്? നമ്മൾ ആരാണെന്ന് ഇവൾക്ക് പറഞ്ഞു കൊടുത്തില്ലേ? അത് പിന്നെ തട്ടിക്കൊണ്ടുവരുന്ന തിരക്കിനിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയി ബോസ്. എങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. വെൽക്കം ടു റാണീസ് കൊള്ള സങ്കേതം. നിങ്ങൾക്ക് ആരാ? കൊള്ള സങ്കേതം എന്ന് കേട്ടത് നിനക്ക് മനസ്സിലായില്ലേ പെണ്ണെ? എനിക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ ആരാന്ന് നിനക്ക് അറിയില്ല അല്ലേ? എന്തിനാ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? ഈ കെട്ടൊന്ന് അഴിക്കാവോ? ബോസ് കെട്ടഴിക്കണോ? അഴിക്കങ്ങോട്ട്. ഇനി പറ എന്നാ കാര്യം? എന്തിനാ നിങ്ങൾ ഇപ്പൊ എന്നെ ഇങ്ങോട്ട് തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നേ? ഞങ്ങളുടെ ഈ കൊള്ള സങ്കേതത്തിന്റെ വാർഷികമാണ്. അതിന് നീ വേണം ആങ്കർ ചെയ്യാൻ. നിങ്ങളുടെ കുട്ടികളുടെ പാട്ടും വേണം. കൊള്ള സങ്കേതത്തിന് വാർഷികമൊക്കെ ഉണ്ടോ? ആ ഈ കൊള്ള സങ്കേതത്തിൽ ഇങ്ങനെയൊക്കെയാ. അതുകൊണ്ട് തന്നെയാണ് നീയും വേണം, ടോപ്പ് സിംഗറിലെ കുട്ടികളൂടെ വേണം. പിന്നെ ഞങ്ങൾക്ക് ഈ കൊള്ള സങ്കേതത്തിൽ ഒന്ന് പരിപാടി നടത്താനൊന്നും പറ്റത്തില്ല. എങ്കി നീ ഇവിടുന്ന് തിരിച്ചു പോവത്തില്ല പെണ്ണെ. എന്നെ വിട്ട് എനിക്ക് പോണം. അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല. എന്നെ വിട്ട് എനിക്കിപ്പൊ പോണം. വിടാം. പക്ഷെ നമ്മുടെ വാർഷികത്തിന് നിങ്ങളുടെ പാട്ട് വേണം. അവരുടെ പാട്ട് മാത്രല്ല, നീ ഇപ്പൊ ഒരു പാട്ട് പാടണം. അയ്യോ എനിക്ക് പാട്ടൊന്നും പാടാൻ അറിയത്തില്ല. എനിക്ക് പാട്ട് മാത്രമല്ല ആട്ടവും കാണണം. ബോസ് ഇവൾക്ക് ഈ വായ്ത്താളം മാത്രമേ ഉള്ളൂ. ഈ കലവേല കലവേല പറഞ്ഞിട്ട് ചെവി അടിച്ചു പോയി. നമുക്ക് ഇവിടെ മുതൽ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുത്തേ. വേലപ്പൻ അത് വേണ്ട. മുതല കുഞ്ഞുങ്ങളുടെ അടുത്ത് അത്രയ്ക്ക് ക്രൂരത വേണ്ട. നമുക്കൊരു സാമ്പിൾ പാട്ട് കേൾക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? വേണ്ട അല്ലേ? അവര് ജീവിച്ചു പോക്കോട്ടെ. അതെ. ഇവിടെ ഞാൻ കൂട്ടിക്കൊണ്ടുവരുമ്പോ കൂടെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. അവള് നന്നായിട്ട് പാടുമെന്നാണ് കേട്ടത്. അവള് പുറത്തുണ്ടായിരുന്നു. അവള് പാടുവോ? അവള് നന്നായിട്ട് പാടും. ബോസ് എങ്കിൽ ആദ്യം അവളുടെ പാട്ട് കേട്ടാലോ? എവിടെയാ അവൾ? വേണ്ട വേണ്ട വേണ്ട, പിള്ളേരെ വിളിക്കുന്നൊക്കെ ഞാൻ ചെയ്തോളാം. അതിലൊരു ഗുണ്ടകളുടെ ഹെൽപ്പ് എനിക്ക് വേണ്ട. അവളെ വെൽക്കം അമൃത ഓൺ കൊള്ള സങ്കേതം. ഇവിടെ വാടി. നിക്കടേ അവിടെ. മീനാക്ഷി, ഈ കുട്ടി നന്നായിട്ട് പാടിയാ നിനക്ക് പോകാം. പക്ഷെ ഈ വർഷത്തെ വാർഷികത്തിന് നിങ്ങളെ പാട്ട് വേണം. അല്ല എന്നെ ഇവളെയും തിരിച്ചുവിട്ടാ ഞങ്ങൾ പോയി ആളെ കൂട്ടിക്കൊണ്ടുവരാം. പരിപാടിയൊക്കെ അവതരിപ്പിക്കാം. ഇവിടുന്ന് പോയി കഴിഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ എങ്ങാനാണ് പ്ലാനെങ്കിൽ? അയ്യോ ഇല്ല ബോസ്, ഞങ്ങള് പറ്റിക്കത്തില്ല. മുതല കുട്ടികൾ വിശന്ന് കിടക്കുകയാണ്. ഇല്ല ബോസ്, ഞങ്ങൾ പറ്റിക്കത്തില്ല. ആരറിയും നിന്റെ ബോസ്? അല്ല ഇവരൊക്കെ വിളിക്കുന്ന കേട്ടതുകൊണ്ട് ഞാൻ വിളിച്ചോന്നേ ഉള്ളൂ. പറഞ്ഞത് കേട്ടല്ലോ. ഇവിടുന്ന് പോയി ഞങ്ങളെ പറ്റിക്കാൻ എങ്ങാനാണ് പ്ലാനെങ്കിൽ മുതല കുട്ടികളുടെ കാര്യം നീ മറക്കണ്ട. ഇല്ല ബോസ്, പറ്റിക്കത്തില്ല. ഉറപ്പായിട്ട് വന്നിരിക്കും. എങ്കിൽ റെഡി, ആട്ടവും പാട്ടും തുടങ്ങട്ടെ. La 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 la
ആയില്ലേ? ഇനി ഞങ്ങൾ തിരിച്ചു വെക്കോട്ടെ? വെയിറ്റ്, ഓക്കെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാൻ. ഓക്കെ ബോസ്. തെയ്യാട്ടം അല്ലേ? ധമനി കളി. ധമനി എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് പറയാ. അറിഞ്ഞൂടാ. പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ധമനി പൊട്ടും, വെടിവെച്ച് പൊട്ടിക്കും. ഡ്രമ്മാണ്. ഡ്രമ്മ. ധമനി. ധമനി എന്താണെന്ന് ഇതുവരെ അറിയില്ല അല്ലേ? ഞരമ്പ് അല്ലേ ബോസ്? രക്തധമനി എന്ന് കേട്ടിട്ടുണ്ടോ? ആ ഞരമ്പ്. ആർട്ടറി എന്ന് കേട്ടിട്ടുണ്ടോ? ആ ഉണ്ട് ബോസ്. അതാണ് ധമനി. ഓക്കെ കുട്ടിക്ക് മനസ്സിലായോ? മനസ്സിലായി. ഇതൊന്നും മനസ്സിലാക്കാണ് പാട്ട് പാടുന്നു. പഠിച്ചിട്ട് വരണ്ടേ ഇതൊക്കെ? അയ്യോ അർത്ഥം മനസ്സിലാക്കാതെയാണോ പാടിയത്? സോറി. സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? ക്ഷമിക്കണം. ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമുണ്ടോ? അറിഞ്ഞൂടാ. ഇത്ര എനർജി ഉള്ളൂ? വേണമെങ്കിൽ ഇടാം. കുറച്ചുകൂടെ എനർജി ലെവൽ കൂട്ട്. ഇനി കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ, പാടി കഴിഞ്ഞില്ലേ? ഇല്ല, പക്ഷെ എനിക്ക് കാണണം. 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 എനിക്ക് കേൾക്കണം. ഓടിയോ ഓടിയോ. പവർ 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 പവർ. കുഴപ്പമില്ല. ആന്ന് പാടിയില്ലേ? അതെങ്ങനെയായിരുന്നു? ഏതെന്നോ? ബോസിനോട് ചോദ്യം പാടില്ല, ബോസ് പറയുന്നത് കേൾക്കണം. പിന്നെ ഈ എന്നുണ്ട്. ഈ ഇത് 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 തന്നെ. മതി മതി, നിർത്തൂ. മതി പാടിയത്. ബോസ് പറഞ്ഞാൽ പിന്നെ വേറെ വാക്കില്ല. നിർത്താൻ പറഞ്ഞാൽ നിർത്തണം. ഓക്കെ? തിരിച്ചിങ്ങോട്ട് ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചാ ഓർമ്മയുണ്ടല്ലോ, മുതല കുട്ടികൾക്ക് ഇട്ടു കൊടുക്കും. വേലപ്പാ എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് കുട്ടി പാടിയത് ഇഷ്ടപ്പെട്ടു. ഓ ഈ മുതലായ അക്ഷരങ്ങൾ പാടിയത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആകണം എന്ന് എനിക്ക് തോന്നി. അതാണ് എന്റെ ബോസ് ഇപ്പൊ പാടിപ്പിച്ചത്. ബാക്കി എല്ലാ ഭാഗവും എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് പവർ ആവശ്യമാണ്. ശക്തി വേണം. ശക്തി. എന്താണ് കഴിച്ചത് കുട്ടി? ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു. ഉച്ചയ്ക്ക് ചോറ് മാത്രം വാരി തിന്നോ? വേറെ കറിയൊന്നും കിട്ടിയില്ലേ? കറി ചിക്കൻ ഉണ്ടായിരുന്നു. കുറച്ച് മുട്ടയും പാലും എല്ലാം കഴിച്ച് പവർ വരുത്തണം. ഓക്കെ. ഞങ്ങളുടെ ആരോഗ്യം കണ്ടില്ലേ? അപ്പൊ എനിക്ക് ബാക്കി എല്ലാ ഭാഗവും ഇഷ്ടപ്പെട്ടു. പല്ലവി നന്നായിരുന്നു. അത് ഓയും ഈ പല്ലവി അറിയില്ല, ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് പല്ലവി എന്ന്. ആദ്യത്തെ ആ കുറച്ച് ഭാഗത്തിന് പല്ലവി എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. അല്ലേ അല്ലേ ടോപ്പ് ബാൻഡ്? യെസ്, അത് പല്ലവി ഇഷ്ടപ്പെട്ടു. അത് അത് മാത്രം ഇഷ്ടപ്പെട്ടില്ല. അത് ശരിയാക്കണം കേട്ടോ. ഓക്കെ റാണി കമോൺ. അമൃതക്കുട്ടി, എന്തോ വേറൊരു ഇരട്ട പേരുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അത്? സുപ്രഭാതം. ഇനി മുതൽ ഇവിടെ അതല്ല, തിരുവനന്തപുരം. സുപ്രഭാതം അതാണ് ആദ്യം വന്നത്. അങ്ങനെ വിളിച്ചാ മതിയല്ലോ. തിരുവനന്തപുരം. റാണി തിരുവനന്തപുരം. റാണി സുപ്രഭാതം. റാണി തിരുവനന്തപുരം. റാണി സുപ്രഭാതം. തിരുവനന്തപുരം. ഈ യൂണിവേഴ്സിൽ മുഴക്കണോ? ശരി, ബോസിന് പ്രായം കൂടുതലായോണ്ട് സമ്മതിച്ചു തന്നിരിക്കുന്നു. സുപ്രഭാതല്ലേ ആദ്യം വരുന്നത്, പിന്നല്ലേ ഉച്ച വരുന്നത്, രാത്രി വരുന്നതും. അതെ, കുഴപ്പമില്ല. സുപ്രഭാതം എന്തോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കളികയിൽ പുളകവും പൂക്കളും
നന്നായി പാടി. താങ്ക് യു. കുറച്ചും കൂടെ ശക്തി വേണമായിരുന്നു. ആ. എന്നാലേ നമ്മുടെ വാർഷികത്തിന്റെ ആ ഒരു ഗുമ്മ് അത് നമുക്ക് ആ പാട്ടിലും കൊണ്ടുവരണമായിരുന്നു. ഓക്കെ. ആ ഒരു ശക്തിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ആ. പക്ഷെ അത് ഞാൻ വിചാരിച്ചത്ര വന്നില്ല. ആ. സുപ്രഭാതം, എന്തോ ഇനി എന്ത് ചെയ്യും? ശക്തി വരുത്താം. ഇനിയിപ്പോൾ വേറൊരു ചാൻസ് കിട്ടില്ലല്ലോ. അപ്പൊ ബോസ് ഞങ്ങൾക്ക് ഇവിടെ തിരിച്ചു പോകാൻ പറ്റത്തില്ലേ? ഇവിടുന്ന് തിരിച്ചു പോകുന്നതിനെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ ആലോചിച്ചതിന് ശേഷം discuss ചെയ്തിട്ട് തീരുമാനിച്ചിട്ട് പറയും. ഓക്കെ ബോസ്. പിന്നെ ആ, ഓ, ഈ ഇവിടൊക്കെ ശ്രുതി. ശ്രുതി എന്ന് പറഞ്ഞ എന്തോ ഒരു സാധനം. ശ്രുതി എന്ന് പറഞ്ഞ പിച്ച്. ആ, അത് ആ പിച്ച് അത് കുറച്ച് ഫ്ലാറ്റായി. ആ. വേറെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. റാണിക്ക് അതല്ലേ തോന്നിയുള്ളൂ. നല്ല കാര്യം. പിച്ചെന്ന് പറഞ്ഞാൽ ഉറക്ക പിച്ചാണോ? ഉറക്ക പിച്ചല്ല, ഈ പിച്ച്. ആ പിച്ചാണോ? അല്ല, പിന്നെ ഏതാണ് പിച്ച്? ശ്രുതി. ആ ശ്രുതിയാണോ? അവളല്ലേ ഇതും തോന്നുന്നു. ആ ശ്രുതിയല്ല. ഇത് വേറെ ശ്രുതിയായിരിക്കും. ഇവരെ തിരിച്ചു വിടണോ വേണ്ടയോ എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. ഒന്ന് ആലോചിക്കൂ ബോസ് പ്ലീസ്. നമ്മുടെ വാർഷികത്തിന് ഇവിടെ വന്ന സ്ഥിതിക്ക്, പാട്ടൊക്കെ പാടി തന്ന സ്ഥിതിക്ക് ഒരു സമ്മാനം കൊടുത്ത് പറഞ്ഞുവിടാം. അങ്ങനെയാവാം. അങ്ങനെ ആവാം, ഞാനും സമ്മതിക്കുന്നു. അങ്ങനെ ആകട്ടെ. നിനക്കുള്ള മാർക്ക് റാണി തരും. ഓക്കെ ബോസ്. ഞങ്ങളെ ഇനി എവിടെ കണ്ടാലും തിരിച്ചറിയോ? ആ. എന്നാ ഈ ബോസിന്റെ പേര് പറയൂ. MJ ചന്ദ്രൻ സാർ. തെറ്റി, എന്റെ പേര് പറയൂ. റാണി മാം. ശരി, ഇതാരാണെന്ന് പറയൂ. വേലപ്പൻ അണ്ണൻ. വേലപ്പൻ. ഈ ബോസിന്റെ പേര് മാത്രം എന്തുകൊണ്ട് തെറ്റിച്ചു? ആ ബോസിന്റെ പേര് ബോസ്. ജഗ്ഗു. ജഗ്ഗു ബോസ്. ജഗ്ഗു ബോസ്. ഒരിക്കലും മറന്നു പോകരുത്. ആ, ഓക്കെ. അപ്പോ നിങ്ങൾക്കുള്ള സമ്മാനം മാർക്കിന്റെ രൂപത്തിൽ അങ്ങ് തന്നേക്കാം. അത് കഴിഞ്ഞാൽ ഉടൻ സ്ഥലം കാലിയാക്കിക്കൊള്ളണം. ആ. വന്ന റൂട്ടൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കരുത്. ആ, ഇല്ല. ഇതൊരു സീക്രട്ട് സ്ഥലമാണ്, മനസ്സിലായല്ലോ? ആ. അപ്പൊ ഇന്ന് സുപ്രഭാതത്തിന് 98 100-ൽ നിങ്ങൾക്ക് പോകാം. നമ്മള് രണ്ടാളെ. ബോസ് ആളെ കിട്ടി. ഇവളാണ് ടോപ്പ് സിംഗറിലെ ബോസ്. എന്താണെന്ന് മിണ്ടാത്തത്? ബോസ് എന്താണ് മിണ്ടാതിരിക്കുന്നത്? പേരെങ്ങനെയാ? മധു തന്നെയാണ് വിളിക്കണേ. മധു കൊണ്ട് കൊള്ളക്കാരനായിട്ട് വന്നിട്ട് മധു എന്നൊക്കെ വിളിച്ച എന്തിനു? എന്റെ ഡയലോഗാണോ? മിസ്ത്രിയോ, ചേച്ചിയോ? ഞങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. ചിരിക്കാനൊന്ന്. പാട്ട് മാത്രം പോരാ, എനിക്ക് ക്യാമറ കാണണം. കൊച്ചിക്കാരൻ. റെഡി. ന്ന് വിളിക്കേ. വിളിച്ചാൽ ശരിക്കും വിളിക്കണോ? വിളിക്കണം. ഇല്ലേ? ഞാൻ വിചാരിച്ച ചുമ്മാ പറഞ്ഞത്. ഭയങ്കര ഗൗരവത്തില് ഓക്കെ. മധു കളി. കഴിഞ്ഞോ? മിനുകടാ, എന്തോ അടുത്ത ആരായിരിക്കും? KCB ആയിട്ട് ബന്ധപ്പെട്ട ആളാണല്ലോ. ആണെന്ന് തോന്നുന്നു. ആ ഓ അതിലും ആയിരിക്കും. ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധമുള്ള നമ്മുടെ ഇലക്ട്രിസിറ്റിയാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ദ്വിതിക്കുട്ടി ഓൺ സ്റ്റേജ്. സ്വർണ്ണപ്പാവാട, സ്വർണ്ണ ചെരുപ്പ്. ആ ഉടുപ്പിലുണ്ടല്ലോ നിറച്ചും സ്വർണം. ഇത് എവിടെ നിന്ന് കിട്ടിയത്? എത്ര സൂപ്പർ ഉടുപ്പ്. അത് എവിടുന്ന് കിട്ടിയതാ? എവിടുന്നോ കിട്ടിയതാ. നല്ല മാല. അതെ. അതും ഇഷ്ടപ്പെട്ടു എനിക്ക്. കുത്തിയോ? ഇല്ല. പിന്നെ ഒട്ടിച്ചോ? ഒട്ടിപ്പ് തട്ടിപ്പ്. സുന്ദരിയായിട്ടുണ്ട് എന്തായാലും. നല്ല രസമുണ്ട് കേട്ടോ, സുന്ദരി കുട്ടി ആയിട്ടുണ്ട്. അതെ അതെ അതെ. ഏതോ സ്വർണ്ണ പാട്ടാണ് തോന്നുന്നത്. സ്വർണ്ണ മീനിന്റെ ആ പാട്ടാണോ? അല്ല. സ്വർണ്ണമുഖിലേ അതാണോ? സ്വർണ്ണ ചാമരം അതാണോ? അല്ല. ആനക്കെടുപ്പത് പൊന്നുണ്ടേ അതാണോ? പൊന്നിൽ കുളിച്ചു നിന്നു അതാണോ? പൊന്നിൽ കുളിച്ച രാത്രി അതാണോ? ഇതൊന്നും അല്ലേ പിന്നെ ഏതാ പാട്ട്?
പൊന്നേ പൊന്നമ്പിളി നിന്നെ കാണാൻ കണ്ണായിരം. ആ പാട്ടാണോ? അല്ല അതും അല്ല. തോറ്റു നിങ്ങൾ പൊന്നും പൂവും പാരി ചൂടി എന്താ? അല്ല പൊന്നൊരുകും അതാണോ? പൊന്നരിവാളം വിളിയില് അതാണോ? എന്നാ പറഞ്ഞു ഇതിൽ കൂടി പറഞ്ഞു. അവര് 3 പേര് തോറ്റുപോയി. തോറ്റു. ഇന്ദു കലാമൗലി. ഹിന്ദു കലാമൗലിയൊക്കെയാണ് ഈ വേഷം ഇട്ട് വന്നേക്കണല്ലേ? കൊള്ളാം, മാച്ചിങ്ങാ. മധു, ഈ ഹിന്ദു കലാമൗലി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതുവരെ നമ്മൾ കേട്ടത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പാടിയതാരാന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ മേഘ്ഡു. അതെ മേഘനക്കുട്ടി. മേഘ്ഡുയുടെ പ്രത്യേകതയാണ് ഈ ആക്ഷൻ ഒക്കെ കാണാൻ. കലാമൗലി. അപ്പൊ എത്ര ദിവസം എടുത്ത് ഇത് പഠിക്കാൻ? 3 ദിവസം. 3 ദിവസം എടുത്ത് ഈ പാട്ട് പഠിക്കാൻ. അപ്പൊ ലിറിക്സ് ഒക്കെ എങ്ങനെ കണ്ടുപിടിച്ചു? അത് എങ്ങനെയോ പഠിച്ചു. എങ്ങനെയാന്നൊന്ന് പറഞ്ഞു തന്നാ ഞങ്ങൾക്ക് കൂടി പഠിക്കാനാ. MJ ഞങ്ങൾ ഈ പാട്ട് പഠിക്കണമെങ്കിൽ മിനിമം 2 മാസം എടുക്കും. എനിക്കും അതെ. ദിദിക്കുട്ടിക്ക് 3 ദിവസം. കോൺഫിഡന്റ് ആണോ? ഓക്കെ. അപ്പൊ ഡീറ്റെയിൽസ്. ഫിലിം കുമാരസംഭവം. പാടിയത് മാധുരിയമ്മ. മാധുരിയമ്മ. പിന്നെ മ്യൂസിക് ഡയറക്ടർ ജി ദേവരാജൻ മാഷ്. യെസ്. എഴുതിയത് ലിറിക്സ് വയലാർ രാമവർമ്മ സാർ. വർഷം 1969. വെരി ഗുഡ്. കേക്കല്ലേ നമുക്ക്. ഇന്ന് എന്റെ പാട്ട് കാണാൻ എന്റെ അച്ഛൻ വന്നു. അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛനെ കണ്ടു ഞങ്ങൾ വന്നപ്പോ തന്നെ. നമ്മൾ പരിചയപ്പെട്ടു ആദ്യം തന്നെ. അതെ, അച്ഛന് നമ്മുടെ നമസ്കാരം. അതെ നമസ്കാരം. വെൽക്കം ടു ടോപ്പ് സിംഗർ. അപ്പൊ പാടിക്കോ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പേട എൻ്റെ സഖിയായി ഹിന്ദു കലാമൗലി തൃക്കൈയിലോ മണിക്കും സ്വർണമാൻ പേട എൻ്റെ സഖിയായി കന്മദം മണക്കും കൈലാസത്തിലെ കല്ലുലിനിയും എൻ്റെ സഖിയായി പ്രിയ സഖിയായി കന്മദം മണക്കും കൈലാസത്തിലെ കല്ലുലിനിയും എൻ്റെ സഖിയായി പ്രിയ സഖിയായി ഹിന്ദു കലാമൗലി തൃക്കൈയിലോ മണിക്കും സ്വർണമാൻ പേട എൻ്റെ സഖിയായി ചന്ദ്രിക ചന്ദന
സഖിയായി കന്മദം മണക്കും കൈലാസത്തിലെ കല്ലുലിനിയും എൻ്റെ സഖിയായി പ്രിയ സഖിയായി. ആഹാ കൊള്ളാലോ, മിടുക്കി മിടുക്കി. ദ്വിതിക്കുട്ട, അച്ഛന്റെ മുന്നിൽ വെച്ച് നന്നായി പാടാൻ പറ്റിയോ? അച്ഛൻ ഇഷ്ടമായോ ചോദിച്ചോക്കെ? അച്ചച്ച ഇഷ്ടായോ? ഓ വളരെ ഇഷ്ടായി മോളെ. ടിവിയിൽ കേൾക്കുന്ന പോലെ തന്നെ ഉണ്ടോ? ഓ അതുപോലെ ഉണ്ട്. അച്ചച്ചയ്ക്ക് വളരെ ഇഷ്ടമായി. എനിക്ക് വളരെ 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 ഇഷ്ടമായി. താങ്ക് യു. നമ്മുടെ കുഞ്ഞ് പാടുമ്പോഴുള്ള ഒരു വലിയ പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം എല്ലാ സംഭവങ്ങളും അറിയാം. അതെ. പക്ഷെ അമുക്കി വെക്കും എന്ന് പറഞ്ഞാൽ ഈ ടെക്നിക്സ് ഒക്കെ അമുക്കി വെക്കും. പലരും പാടുമ്പോഴത്തേക്കും നമ്മൾ സാറിന് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടെക്നിക്സ് വെളിയിലോട്ട് വരും. അപ്പൊ നമുക്കത് മ്യൂസിക് ആയിട്ട് തോന്നൂല. അപ്പോൾ നമ്മുടെ കുഞ്ഞിന്റെ ടെക്നിക്ക് എന്ന് പറയുന്നത് ടെക്നിക്സ് ഒളിപ്പിച്ച് വെക്കുക എന്നുള്ളതാണ്. അത് ഉഗ്രനായിട്ടുണ്ടേ. യെസ്. അപ്പോൾ ഒരു സൂപ്പർ ഡ്രൈവറാണ്. നമ്മൾ കാർ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് അങ്ങനെ ടെക്നിക്കലായിട്ട് ഓടിക്കാതെ നല്ല സ്മൂത്ത് ഡ്രൈവിംഗ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ ഉണ്ടെങ്കിൽ നമ്മൾ വഴി പോലും അറിയത്തില്ല അല്ലേ? അതുപോലെയാണ് ഈ പാട്ടിൽ. ആ പാട്ടിന്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകണം. ഒരു സുനാമി പോലെ വന്ന് നമ്മളെ പിക്ക് ചെയ്തുകൊണ്ട് പോവാണ് അല്ലേ? നല്ല രസമായിരുന്നു കേട്ടോ. ആ ഇന്ദു കലാമൗലി തുടങ്ങിയപ്പോ തന്നെ എനിക്ക് ഷുവർ അതെ അതെ, കലക്കം പോണേ, ഇത് കലക്കും എന്നുള്ള തോന്നലുണ്ടാക്കി. ഗന്ധമാദനഗിരിക്കരികിലൂടെ അത് കഴിഞ്ഞിട്ട് മുകളിലൊക്കെ പാടിയില്ലേ? എങ്ങനെയാണ് ഇത്ര ഹൈ നോട്ട്സ് ഒക്കെ പിടിക്കാൻ പറ്റണേ? അതും ഇങ്ങനെ തല സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട്. കറക്റ്റാ, പോസ്ചർ ഒക്കെ കറക്റ്റാ. അതെ, സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടാണ് ഈ ഹൈ പിച്ച് ഒക്കെ പാടുന്നത്. ഹൈ പിച്ചിനെ ഇങ്ങനെ ചേസ് ചെയ്യല്ല കേട്ടോ. ഹൈ പിച്ച് എന്ന് പറഞ്ഞാൽ ആ നോട്ട്സ് എന്നൊക്കെ പറയുന്നത് പൂച്ച പോലെയാണ്. നമ്മൾ ചേസ് ചെയ്താൽ എവിടെയും പിടിക്കാൻ പറ്റൂല കേട്ടോ, ഓടിപ്പൊക്കളയും. പക്ഷേ നമ്മുടെ മോൾ അതൊന്നും ചേസ് ചെയ്യുന്നില്ല. അവിടെ കൃത്യമായിട്ട് ഇത് എനിക്കൊക്കെ എന്തത് എന്നുള്ള രീതിയിലാണ്. ആ മേളിലൊന്നും പറഞ്ഞുതരോ, പാടിത്തരോ? ചന്ദ്രിക ചന്ദന മുഴുക്കാപ്പു ചാർത്തും ഗന്ധമാദനഗിരിക്കരികിലൂടെ സിമ്പിൾ. അടുത്ത് പറന്നു പറന്നു വരും അരയണ്ണ പീലികൾ വിരിച്ചുറങ്ങാൻ തൂവൽ കിടക്കയായി. വെരി ഗുഡ്. എന്നിട്ട് എങ്ങനെയാണ് കിടക്കായത്? തൂവൽ കിടക്കയായി. എല്ലാരും കേട്ട് പഠിച്ചോണേ, ഇങ്ങനെയൊക്കെയാണ് പാടേണ്ട കേട്ടോ പാട്ട്. അതെ അതെ അതെ, അതാ സംഗതികളൊക്കെ കറക്റ്റ് അളവാ. അടുത്ത വിരിഞ്ഞ് വില്ലുമായി മന്മഥൻ പ്രദക്ഷിണം വയ്ക്കും വെള്ളിമാമലയിലെ ലതാഗ്രഹത്തിൽ. എനിക്ക് വയ്യ. എന്നിട്ട് വിരിഞ്ഞു വിരിഞ്ഞു വരും ഏകാന്ത പുളകങ്ങൾ എനിക്കണിയാൻ പുഷ്പാഭരണമായി പുഷ്പാഭരണമായി. മീനോട്ട് ഞാൻ ഇവിടെ ഇരിക്കണ എം ജെ ഇവിടെ ഓടി വന്നൊരു ഹഗ് കൊടുത്തു, അപ്പൊ സമാധാനം. പിന്നെ ഉറപ്പല്ലേ? ഓ മിടിക്കല്ലേ? മിടുക്കിയാണോന്നോ? മിടുക്കി മിടുക്കി. മിടുക്കി. അതെ, ഉഗ്രനായിട്ട് പാടി. വളരെ മനോഹരമായിട്ട് പാടി. കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള ദ്യുതിക്കുട്ടിയുടെ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ബെസ്റ്റ്. അതെ, അനുപല്ലവി ഫുള്ളായിട്ട് ഇഷ്ടപ്പെട്ടു. Thank you. ചരണം സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ 2 ലൈനിൽ കുറച്ച് ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു. ലതാഗൃഹത്തിൽ എന്ന് പാടിയ സ്ഥലത്ത്. പക്ഷെ വിരിഞ്ഞു വരുമ്പോൾ അങ്ങോട്ടേക്ക് മൊത്തം വിരിഞ്ഞു. ലാസ്റ്റ് പല്ലവി സൂപ്പർ സൂപ്പർ. അതെ, ഏകാന്ത പുളകങ്ങൾ എനിക്കണിയാൻ പുഷ്പാഭരണമായി. വിരിഞ്ഞു വിരിഞ്ഞു വരും ഏകാന്ത പുളകങ്ങൾ എനിക്കണിയാൻ പുഷ്പാഭരണമായി പുഷ്പാഭരണമായി. ഫസ്റ്റ് പല്ലവിയിലെ കല്ലോലിനിയും എന്റെ ക്ലാരിറ്റി ഇല്ലായിരുന്നു. ആ കല്ലോലിനിക്ക് പെട്ടെന്നായി പോയി. അതുകൂടാ എനിക്കൊരു നഷ്ടബോധമുണ്ടേ. എന്താണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുവിധമൊക്കെയാണ് പാടണമെങ്കിൽ ഞാൻ ഈ കണ്ണാടി അടിച്ചു മാറ്റാന്ന് വിചാരിച്ചു. ആണല്ലേ? പക്ഷെ ഇപ്പൊ പകുതി എനിക്ക് തന്നെ പറ്റൂലല്ലോ. അസലായിട്ട് പാടിയില്ലേ? ശരിയാ. അയ്യോ, അടുത്തേല് നോക്കാം. അടുത്തൊരു കണ്ണാടി അടിച്ചു മാറ്റിട്ട് നോക്കാം. അപ്പൊ എന്തായാലും മിടുക്കിയായിട്ട് പാടി, സൂപ്പർ ആയിരുന്നു. ഇന്ന് പാടിയത് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ദ്യുതിക്കുട്ടിയുടെ ബെസ്റ്റ് പെർഫോമൻസുകളിൽ ഒരു പെർഫോമൻസ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു പാട്ട്. കാരണം ഇത് ടഫാണ് കുറച്ച് പാടാൻ വേണ്ടി. ദ്യുതിക്കുട്ടിയുടെ ഈ പ്രായത്തിൽ ഇത് പാടിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണ്. പക്ഷെ ആ ശബ്ദത്തിന് ഇത്ര എന്താ പറയാ, ഇത്ര ഘനമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആ ശബ്ദത്തിന്. ഈ ഹെഡ് വോയിസ് ഒക്കെ എത്ര ബ്രില്യന്റ് ആയിട്ട് ഈസിലി ഈസി ആയിട്ട്, അതായത്
ചരണത്തിലൊക്കെ വില്ലുമായി മന്മഥം കഴിഞ്ഞ് പിന്നെ പ്രദക്ഷിണം വെക്കുമ്പോൾ ഒരു മുതൽ അങ്ങോട്ടേക്ക് പിന്നെ ഹെഡ് ഹെഡ് വോയിസ് വോയിസ് അത് അറിയണില്ല. ദ്യുതിക്കുട്ടി അറിയുന്നില്ല അതെന്താണ് ദ്യുതിക്കുട്ടി അറിയണില്ല, നമ്മളും അറിയണില്ല. വില്ലുമായി മന്മഥൻ പ്രദക്ഷിണം വയ്ക്കും വെള്ളിമാമലയിലെ ലതാഗ്രഹത്തിൽ. വില്ലുമായി മന്മഥൻ പ്രദക്ഷിണം വയ്ക്കും വെള്ളിമാമലയിലെ ലതാഗ്രഹത്തിൽ. വിരിഞ്ഞു വിരിഞ്ഞു ഏകാന്ത പൂളകങ്ങൾ എനിക്കണിയാൻ പുഷ്പാഭരണമായി. ദ്യുതിക്കുട്ടി മിടുക്കിയായിട്ട് പാടി കേട്ടോ. മിടുക്കിയായിട്ട് പാടി. എനിക്ക് ഇന്ന് ദ്യുതിക്കുട്ടിയുടെ പുതിയൊരു വേർഷൻ കണ്ട പോലെ തോന്നി. അച്ഛൻ വന്നോണ്ടാന്ന് തോന്നുന്നു. അച്ഛൻ വന്നോണ്ടാണോ? ആണ്. ആ അതാണ് ആ ഒരു അപ്പൊ ഉഷാറ്. അച്ഛൻ എപ്പോഴും വന്നോട്ടെ അല്ലേ? അതെ. അച്ഛാ എപ്പോഴും വരണേ. ആ യെസ് ദ്യുതിക്കുട്ടി, നല്ല റേഞ്ച് കേട്ടോ, നല്ല രസമുണ്ട്. കറക്റ്റ് പിച്ച് സെലക്ട് ചെയ്തു, കറക്റ്റ് പാട്ട് സെലക്ട് ചെയ്തു, നല്ല കോസ്റ്റ്യൂം, നല്ല പെർഫോമൻസ്, മിടുക്കിയായിട്ട് പാടി കേട്ടോ. ഇനി കുറച്ച് പ്രശ്നങ്ങൾ മധുചേട്ടൻ പറഞ്ഞ ആ ഭാഗങ്ങൾ ചെറിയൊരു പ്രശ്നമുള്ളൂ. പ്രിയ സഖിയായി എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കില്ലേ, അതും കുറച്ചൊരു ക്ലാരിറ്റി കുറവ് പോലെ തോന്നി, പല്ലവിയുടെ അവസാനം വരുന്നത് കേട്ടോ. ബാക്കി അങ്ങനെ ചെറിയൊരു ശ്രുതി പ്രശ്നം മധുചേട്ടൻ പറഞ്ഞതൊക്കെ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സൂപ്പർ മിടുക്കി. യെസ്, ഇത്ര നന്നായിട്ട് പാടിയതല്ലേ? അതെ, ഒരു 2 കൊമ്പ് വെച്ച് കൊടുക്കട്ടെ കേട്ടോ. കൊമ്പ് മാത്രം മതി. അവള് വെച്ചു രണ്ടെണ്ണം. ശരി നോക്ക്. അതെ. മാർക്കണ്ടേ? Yes. കൊമ്പ് വേണം, മാർക്ക് വേണം, കൊമ്പ് വേണം. മാർക്ക്. മധു ദ്യുതിക്കുട്ടി ഓ. ഇന്ന് ഉഗ്രനായിട്ട് പാടി. വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ പാട്ട് ഇത്രയും കുഞ്ഞു പ്രായത്തിൽ ഇത്രയൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. താങ്ക് യു. ഓക്കെ, അപ്പൊ ഈ കംബാക്കിന് ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് 98.5 ഔട്ട് ഓഫ് 100. കലാമൗലി തൃക്കൈയിലോ മണിക്കും. ദ്യുതിക്കുട്ടിയാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ. നമ്മുടെ ബ്യൂട്ടിഫുൾ കുട്ടിക്ക് ബ്യൂട്ടിഫുൾ ഉടുപ്പ്. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ കുട്ടി സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. താങ്ക് യു ദ്യുതിക്കുട്ട, താങ്ക് യു MJ അങ്കിൾ. ബൈ. ബൈ. സഖിയാ